السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني യാ റസൂലല്ലാഹി ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരികളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ മനുഷ്യൻ്റെ ആ മയ്യത്തിൻ്റെ കണ്ണ് അടച്ചു കൊടുക്കുക. കണ്ണ് തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക, അത് അടച്ചു കൊടുക്കുക. ഫിഖിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് ഫൈദാ മാത ഗുമ്മിള, മിൻഹാജിൻ്റെ ഒരു രേഖയാണിത്. എന്തിനാണത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, മയ്യത്തിനെ സന്ദർശിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം തോന്നാതിരിക്കാൻ വേണ്ടി. കണ്ണ് അടച്ചു കൊടുക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്നാണ് ചൊല്ലേണ്ടത്. കാരണം കണ്ണ് അതിങ്ങനെ ആയിട്ടാണ് ഉണ്ടാവുക. റൂഹ് കൊണ്ടുപോയതിങ്ങനെ ജനാസ നോക്കുകയാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സലമ എന്ന സ്വഹാബി വര്യനെ സന്ദർശിക്കുമ്പോൾ അവരെ കണ്ണ് തുറന്ന് കിടക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബില തബിഉൽ ബസ്ർ. റൂഹ് പോയതിങ്ങനെ അതിനോട് തുടർന്നു കൊണ്ടാണ് കണ്ണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫിഖ്ഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒന്ന് നമ്മൾ പറഞ്ഞു കണ്ണ് അടച്ചു കൊടുക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ശുദ്ധ അവൻ്റെ താടിയിൽ കെട്ടിക്കൊടുക്കുക. വായ തുറന്നിട്ടായിരിക്കും ഉണ്ടാവുക, അത് കെട്ടിക്കൊടുക്കുക. അതിൽ വായിലൂടെ എന്തെങ്കിലും വസ്തുക്കൾ വയറിൽ നിന്ന് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയും വായിലൂടെ അങ്ങോട്ട് പോകാതിരിക്കാനും വേണ്ടിയൊക്കെ ആണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത് പറഞ്ഞത് അവൻ്റെ കണുപ്പുകളെ ഒന്ന് മയമാക്കി കൊടുക്കുക. കാരണം അത് കുളിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഫിഖിൻ്റെ കിതാബിൽ പറയുന്നത്. വദാലിക ലിയുസ്ഹില ഗസ്ലഹു ഫൈന ഫിൽ ബദനി. ശരീരത്തിൻ്റെ ആ കണുപ്പുകൾ ശരിയാക്കി കൊടുത്തില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിനെ ഇരുത്താനും മറ്റുമൊക്കെ ഒരു പ്രയാസം നേരിടും എന്നുള്ളതാണ്. നാലാമത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശരീരം മുഴുവനും നേരിയ ഒരു വസ്ത്രം കൊണ്ട് മറക്കണം. ശരീരം മുഴുവനും ഇഹ്റാം ചെയ്ത ആളല്ലെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു യമനി നിർമ്മിത പരുത്തി വസ്ത്രം കൊണ്ട് മറച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു കാര്യം,
കാരണം ശരീരത്തിൽ നേരത്തെ അദ്ദേഹം ആ ആൾ മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രം മുഴുവനും മാറ്റണം. മരിക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം മുഴുവനും മാറ്റിക്കൊണ്ട് ഒരു നേരിയ ഒരു വസ്ത്രം കൊണ്ട് മറക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, ആ മയ്യത്തിൻ്റെ വയറിൻ്റെ മേൽ ഒരു അല്പം ഭാരം കൂടിയ ഒരു വസ്തു വെക്കണം. ഇരുമ്പ്, എന്തെങ്കിലും വലിയ താക്കോലുകളോ അല്ലെങ്കിൽ അമിത വലിയ ഭാരമില്ലാത്ത ഒരു ഭാരമുള്ള വസ്തു വെക്കണം. വയറ് വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആറാമത്തെ കാര്യം, മയ്യത്തിനെ കട്ടിലിൻ്റെ മേൽ കിടത്തണം. ആ കട്ടിലിന്മേൽ വിരിപ്പൊന്നും വിരിക്കേണ്ടതില്ല, ബെഡൊന്നും വേണ്ട. മയ്യത്തിനെ കട്ടിലിന്മേൽ കിടത്തുക. ഏഴാമത്തത് നാം നേരത്തെ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏഴാമത്തത്, ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവനും മാറ്റണം. എട്ടാമത്തെ ഒരു കാര്യം, മയ്യത്തിനെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തണം. രോഗിയെ എങ്ങനെയാണോ കിടത്തേണ്ടത് അതുപോലെ തന്നെയാണ്. അത് ഏറ്റവും ഒരു നല്ല ഒരു രൂപം ഫിഖ്ഹിൽ നിന്ന് മനസ്സിലാകുന്നത്, മയ്യത്തിൻ്റെ 2 ഉള്ളൻ കാലുകൾ കിബിലയിലേക്ക്, അഥവാ കാല് പടിഞ്ഞാട്ട്, തല കിഴക്കോട്ടാക്കി കിടത്തുക. ഈ ഒരു രീതിയാണ് ഫിഖ്ഹിൽ നിന്ന് പ്രബലമായിട്ട് മനസ്സിലാകുന്നത്. 9ാമത്തെ ഒരു കാര്യം, ഇത് ഏറ്റവും ചെയ്യാൻ നല്ലത്, ആ മയ്യത്തിനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യാൻ നല്ലത്. ഈ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്ന് ഫിഖ്ഹിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്പെടുന്ന അറിവ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.